ഉപാധികളൊന്നുമില്ലാതെ പാർട്ടിയിലേക്ക് ചേരുന്നത്. എനിക്കൊരു ഉപാധിയില്ല. അറിയാമല്ലോ, ഞാൻ 2-3 വർഷമായിട്ട് ഒരു പ്രവർത്തക ഉള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ BJP വന്നിരിക്കുന്നത്. എന്നെ ആകർഷിച്ചിരിക്കുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്നത്തെ നമുക്കറിയാം റെയിൽവേ, വ്യോമസേന അങ്ങനെയുള്ള എല്ലാ തുറകളിലും വൻപിച്ച കുതിച്ചുകയറ്റമാണ് ചെയ്യുന്നത്, ിലേക്കാണ് പോകുന്നത്. ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. നീരജ് ചോപ്ര എന്ന് പറയുന്ന കായിക താരം ജാവലിനിൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ പ്രധാനമന്ത്രി അവിടുന്ന് നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും റിപ്പബ്ലിക് ഡേക്ക് സ്വന്തം അടുത്തിരുത്തി ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കായിക താരത്തിനെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ആശംസിക്കുകയും തൊട്ടടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പോലുമില്ല. ഇന്നിപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ കായിക രംഗത്തിന് കിട്ടുന്ന മെഡലുകളെല്ലാം തന്നെ ഒളിമ്പിക്സിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും BJP ഗവൺമെന്റ് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഞാൻ എല്ലാ രംഗത്തും ഉയർച്ചയുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കാണുക. അതിന് ചുക്കാൻ പിടിക്കുന്ന മോദിജിയും അതിനോടൊപ്പം ഇവിടെ കേരളത്തിന് അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് BJP പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രജിയും അതുപോലെ തന്നെ രാജേഷ്ജിയും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ മോദിജിയുണ്ട്, ഇന്ന് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുപിടിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇന്ന് എത്ര പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും CPM-ൽ നിന്നും ഒക്കെ BJP ചേർന്നിരിക്കുന്നത്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരല്ല, അവർ മടുത്ത്. അതുകൊണ്ടാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ഭാരതത്തിന്. ആ മെഡലുള്ള എൻ്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങൾ ഏൽപ്പിച്ചു വയ്ക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല. അവർക്ക് ഇപ്പം തന്നെ നമുക്ക് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും അവരെ മുമ്പിലോട്ട് വരാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല. ഇപ്പം എൻ്റെ തന്നെ കാര്യത്തിൽ ഞാൻ മാറി വേറൊരു പ്രസിഡന്റ് വന്നപ്പം പ്രോത്സാഹനങ്ങൾ PCC-ക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. മനസ്സ് മടുത്ത് വന്നിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നല്ല രീതിയിൽ നന്നായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ല, അത് അങ്ങനെ സ്വാധീനമല്ല. ഞാൻ ഒരു വർഷം മുമ്പേ നമ്മുടെ BJP-യിലെ പ്രവർത്തകര് എന്നോട് വീട്ടിൽ വന്ന് ചേരണമെന്ന് പറയുകയായിരുന്നു. അപ്പോഴും ഞാൻ ഒന്ന് ആലോചിച്ച് നിന്നതിലാണ് ഇത്രയും താമസിച്ചു പോയത്. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അന്ന് മുതലേ BJP-യിലായിരുന്നു. ഞാൻ എല്ലാ പത്രങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ വികസനമെല്ലാം നന്നായിട്ട് പഠിക്കുകയും ഓരോന്ന് ചെയ്യുകയും സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ മോദിജി എടുക്കുന്ന എഫേർട്ടുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസും വൈദ്യുതിയും ഗ്യാസൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ. നമ്മുടെ ക്ഷേമ പെൻഷൻ പോലും ഇല്ല. 9 മാസം കൊണ്ട് ക്ഷേമ പെൻഷൻ ഇല്ല. ഓരോരുത്തർ ആത്മഹത്യയുടെ വക്കിലേക്കാണ്. അപ്പൊ ഈ ഗവൺമെന്റുകൾ ഈ കേരളത്തിനെ ഭരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കടം കയറിയ ഇപ്പം കേരളം പോകുന്നത്. അപ്പം നമുക്ക് BJP ഗവൺമെന്റ് വരണം. നമുക്ക് അവിടെ ഉള്ള വികസനങ്ങളും കാര്യങ്ങളും കേരളത്തിനുണ്ടാകണം. ഇതാണ്. അതുപോലെ തന്നെ സ്പോർട്സിനകത്തും എനിക്ക് നമ്മുടെ കേരളത്തിലെ കായിക താരങ്ങൾ ഒരിക്കലും മുട്ടിലെഴയരുത്. സ്പോർട്സ് കൗൺസിലുള്ള ഒരു ശമ്പളം മേടിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഗുസ്തി താരങ്ങൾ അന്ന് സമരം ചെയ്തിരുന്നു. ആ അസോസിയേഷനെ അന്ന് തന്നെ ഗവൺമെന്റ് പിരിച്ചുവിട്ടിരുന്നു. അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വെച്ചോണ്ട് തന്നെ പിന്നീട് അത് മുമ്പോട്ട് പോകാനായിട്ട് അന്ന് ഗവൺമെന്റ് സമ്മതിച്ചില്ല. ആ അസോസിയേഷനെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. അതിന്റെ ആയിരിക്കാം, പക്ഷെ ആക്ഷൻ എടുത്തു, നന്നായിട്ട് ആക്ഷൻ എടുത്തു. അറിയാം, അത് സഹോദരൻ വരെ എത്തി. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയാം, ഒരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ എന്ന് വെച്ചിട്ട് സമയം വരും. കോടതി കേസായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടാനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാലും കായിക രംഗത്തിന് ഇത്രയും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ഒപ്പം അന്നിരുന്ന ആ അസോസിയേഷൻ വാഹികളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്.